സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ബോട്ട് ഒരു വശത്തേക്ക് അല്പം ചരിഞ്ഞു പോയതിനാൽ അതിൻ്റെ മറുവശത്ത് പിടിച്ചു നിന്ന് ബോട്ടിൻ്റെ ബാലൻസ് ക്രമീകരിക്കാൻ വിഫല ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ. ബോട്ടിനുള്ളിലുണ്ടായിരുന്ന കുടിവെള്ളം ഒഴികെ ഭാരമുള്ള മറ്റെല്ലാ വസ്തുക്കളും പെറുക്കി കടലിലെറിഞ്ഞു. ഫ്രീസറിലുണ്ടായിരുന്ന ക്വിൻ്റൽ കണക്കിന് ഐസ് പൊടിച്ചതും പിടിച്ച മീനും എല്ലാം കോരി കടലിലെറിഞ്ഞ് ബോട്ടിൻ്റെ ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു. ബോട്ടിന് മീതെ കൂടി അടിച്ചു കയറുന്ന തിരകൾ ബോട്ടിൽ നിക്ഷേപിക്കുന്ന വെള്ളം കോരിക്കളയുന്നത് തന്നെ ശ്രമകരവും സാഹസികവുമായ പ്രവൃത്തിയായിരുന്നു. മരണഭീതിയിലും തണുപ്പിലും വിശ്രമമില്ലാതെയുള്ള അധ്വാനത്തിലും എല്ലാവരും നന്നേ തളർന്നു കഴിഞ്ഞു. കരയിൽ നിന്ന് 100 കണക്കിന് മൈൽ അകലെയാണെന്ന തോന്നലും ദുർബലരാക്കി. ബോട്ട് മുങ്ങിപ്പോയിട്ട് നമ്മളെല്ലാം ചത്തുപോകുമെന്ന് നിങ്ങൾ ആരും പേടിക്കണ്ട, നമ്മൾ ഏതെങ്കിലും കരയ്ക്കെടുക്കും. ശൗര്യക്കുട്ടി സഹപ്രവർത്തകരിലേക്ക് മനക്കരുത്ത് പകരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏത് കരയ്ക്കും ഒരു ലൈറ്റ് ഹൗസ് കാണുമല്ലോ, എവിടെ? അംബ്രോസ് ശൗര്യക്കുട്ടിയോട് ചോദിച്ചു. അംബ്രോസിൻ്റെ സംശയം ന്യായമാണ്. കടലിൽ പോകുന്നവരുടെ അടയാള വിളക്കാണ് ലൈറ്റ് ഹൗസ്. പ്രതീക്ഷയുടെ വെളിച്ചമാണത്. ഇവിടെ ലൈറ്റ് ഹൗസിലെ വെളിച്ചമെന്നല്ല, കടലിലോ ആകാശത്തിലോ ഒരു പ്രകാശരശ്മി പോലും കാണാനില്ല. ഈ കാറ്റിനൊരു അറുതിയില്ലേ? ഇതെവിടുന്ന് വരുന്നു? സഹികെട്ട് തങ്കരാജ് ആകാശത്തെ മഴയോടും കാറ്റിനോടും അലറി ചോദിച്ചു. ബോട്ട് നിയന്ത്രണമറ്റ് എവിടേക്കോ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശൗര്യക്കുട്ടിക്കും അറിയാം. രാത്രിയിൽ എവിടെ നിന്നും ഒരു സഹായവും കിട്ടാൻ സാധ്യതയില്ലെന്നും ബോധ്യമുണ്ട്. നേരം പുലരാതെ രക്ഷാപ്രവർത്തനങ്ങൾ പോലും ഉണ്ടാകില്ല. പക്ഷേ രാത്രി അവസാനിക്കുന്നില്ല. ഇതുപോലൊരു നീണ്ട രാത്രി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് ശൗര്യക്കുട്ടിക്ക് പോലും തോന്നിപ്പോയി. ഓരോ മിനിറ്റിലും മരണം തങ്ങളെ അതിൻ്റെ മുഷ്ടിക്കുള്ളിൽ വെച്ച് ഞെരിക്കുന്നു. അടുത്ത നിമിഷം ജീവിതത്തിലേക്ക് തുറന്നു വിടുന്നു, വീണ്ടും മുഷ്ടിക്കുള്ളിൽ ഒതുക്കുന്നു, വീണ്ടും തുറന്നു വിടുന്നു. അന്തമില്ലാത്ത ഈ പ്രക്രിയ തുടരുകയാണ്. ഓരോ തിരയും കടൽ രാക്ഷസന്റെ ഭീമാകാരമായ മുഷ്ടിയാണ്. അതിൽ നിന്ന് കുതറി രക്ഷപ്പെടുകയല്ല, അത് കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് എറിഞ്ഞും വട്ടം ചുഴറ്റിയും തള്ളി അകറ്റിയും വലിച്ചടിപ്പിച്ചും കളിക്കുകയാണ്. ശൗര്യക്കുട്ടിയെ, ഇത് ലോക അവസാനമാ, അല്ലെങ്കിൽ ഇങ്ങനെ നേരം വെളുക്കാണ്ടിരിക്കുവോ? ഇങ്ങനെ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? അംബ്രോസ് അങ്ങനെ തന്നെയാണ് കരുതിയത്. ലോകം മുഴുവൻ ഇരുട്ടായിരിക്കുന്നു. ഇനിമേൽ സൂര്യൻ ഉദിക്കില്ല. ഉദിക്കുമായിരുന്നെങ്കിൽ എപ്പോഴേ അതിൻ്റെ സമയം കഴിഞ്ഞുപോയി. മഹാപ്രളയമാണ്. നോഹയുടെ കാലത്തെ പോലെ. ആകാശപേമാരിയും ചുഴലിക്കാറ്റും രാക്ഷസ തിരകളും മാത്രമേ ഇനിയുള്ളൂ. അംബ്രോസ് അവസാന കാലത്തെ പ്രാർത്ഥനകൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. ശൗര്യക്കുട്ടിയടക്കം 3 പേർ ബോട്ടിൽ വന്നടയുന്ന കടൽ വെള്ളം കോരിക്കളയുന്ന ജോലി അവിരാമം തുടർന്നുകൊണ്ടിരുന്നു. കരാള രാത്രിയുടെ അന്ത്യം സൂചിപ്പിച്ചുകൊണ്ട് എപ്പോഴോ കിഴക്കേ ചക്രവാളത്തിൽ വിളറിയ വെളിച്ചം കാണായി. നേരം വെളുക്കാൻ പോവുകയാണോ? ജോജി കിഴക്കോട്ട് നോക്കിക്കൊണ്ട് ആരോടൊന്നില്ലാതെ ചോദിച്ചു. അതില്ലെങ്കിൽ ഏതെങ്കിലും വിദൂര നഗരത്തിലെ രാത്രി വെളിച്ചത്തിൻ്റെ പ്രതിഫലനമാണോ? ഇരുട്ടിൻ്റെ കനം കുറഞ്ഞു തുടങ്ങി. കാറ്റിൻ്റെ വേഗത്തിലും വ്യതിയാനമുണ്ടായി. മഴ പെയ്തുകൊണ്ടേയിരുന്നു. ആദ്യം ആകാശം മുഴുവൻ മങ്ങി കാണാമെന്നായി. പിന്നെ കടലിൻ്റെ അപാരതയും മെല്ലെ തെളിഞ്ഞു. കരയെങ്ങും കാണാനില്ല. ആകാശവൃത്തം 8 ദിക്കിലും കടലിൻ്റെ വക്കിൽ ചെന്ന് മുട്ടിക്കിടന്നു. സ്രാങ്കും ശൗര്യക്കുട്ടിയും മറ്റു 2 പേരും ചേർന്ന് ബോട്ടിൻ്റെ എഞ്ചിൻ എങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. കടൽ അപ്പോഴും പ്രക്ഷുബ്ധമായിരുന്നു. കാറ്റിനും മഴയ്ക്കും ശമനമില്ല. ബോട്ടിലെ യന്ത്ര സംവിധാനങ്ങളെല്ലാം തകരാറിലാണ്. തങ്ങൾ ഏത് നടുക്കടലിലാണെന്ന് ഒരു തിട്ടവുമില്ല. ബോട്ടിൽ കുടിവെള്ളം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. ഭക്ഷണ സാധനങ്ങളെല്ലാം ഒഴുകിപ്പോയി. കുടിവെള്ളം സൂക്ഷിച്ചിരുന്ന ഭൂരിപക്ഷം കന്നാസുകളിലെയും വെള്ളം മറിച്ചു കളഞ്ഞ് കയറിട്ട് തമ്മിൽ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ബോട്ട് മുങ്ങുകയാണെങ്കിൽ ആ കന്നാസ് കെട്ടുകളിൽ ഒരു കൈ പിടിച്ച് കുറേ മണിക്കൂറുകൾ തുഴഞ്ഞു നിൽക്കാം. അതിനകം രക്ഷാപ്രവർത്തകരുടെ കണ്ണിൽപ്പെട്ടാൽ ജീവൻ രക്ഷിക്കാം. ശൗര്യക്കുട്ടി ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കി. നേവിയുടെ തിരച്ചിൽ വിമാനങ്ങളുണ്ടോ? ആകാശം കാർമേഘാവൃതമാക്കിയാൽ വിമാനങ്ങൾക്ക് തങ്ങളെയോ തങ്ങൾക്ക് വിമാനങ്ങളെയോ കാണാൻ സാധ്യമല്ലെന്ന് അവന് ബോധ്യമായി. ഇനി രക്ഷാദൗത്യവുമായി ഏതെങ്കിലും കപ്പലുകളോ ബോട്ടുകളോ വന്നെങ്കിലായി. മൊബൈൽ ഫോണുകളെല്ലാം വെള്ളം കയറി നാശമായി പോയി. പ്ലാസ്റ്റിക്കിൽ
പൊതിഞ്ഞു സൂക്ഷിച്ച ജോജിയുടെ ഫോൺ എടുത്തു വെച്ച് നോക്കി. റേഞ്ചിൻ്റെ ലക്ഷണം പോലും കാണിക്കുന്നില്ല. നേരം ഉച്ചയോടടുത്തു. എല്ലാവരുടെയും ഉള്ളിൽ വിശപ്പ് കത്തിക്കാളുന്നുണ്ട്. വെള്ളം കുടിച്ച് വിശപ്പടക്കുകയാണ്. വെള്ളത്തിൻ്റെ ശേഖരവും ഇനി അധികമില്ല. ദേ ഒരു കപ്പൽ. അംബ്രോസ് പടിഞ്ഞാറ് കടലിലേക്ക് നോക്കി വിളിച്ചു കൂവി. ജീവൻ തിരിച്ചു കിട്ടിയ പോലൊരു ആശ്വാസം എല്ലാവരിലും ഉണ്ടായി. എല്ലാ കണ്ണുകളിലും പ്രതീക്ഷ വിടർന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിന് തൊട്ടിപ്പുറത്തു കൂടി ഒരു കപ്പൽ കടന്നു പോകുന്നുണ്ട്. അതിങ്ങോട്ടാ, ഇങ്ങോട്ട് തന്നെയാ. തെളിഞ്ഞു വരുന്നുണ്ട്. പൈലിച്ചേട്ടന് ആഹ്ലാദം അടക്കാൻ കഴിയുന്നില്ല. ശൗര്യക്കുട്ടി കപ്പലിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. എഞ്ചിൻ സ്റ്റാർട്ടാക്കാം. പറ്റിയെങ്കിൽ നമുക്ക് ബോട്ട് ഓടിച്ച് കപ്പലിൻ്റെ അടുത്തോട്ട് ചെല്ലായിരുന്നു. അംബ്രോസ് ആവേശത്തോടെ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പായി, ആഴക്കടലില്ല നമ്മൾ, കപ്പൽ ചാലുള്ള കടലിൽ. അതിനർത്ഥം? ബാക്കി ശൗര്യക്കുട്ടി പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം? ജോജി നെറ്റിച്ചൊളിച്ച് ശൗര്യക്കുട്ടിയെ നോക്കി. ഒന്നുമില്ലടാ. ശൗര്യക്കുട്ടി ഒഴിഞ്ഞു മാറി. അതിൻ്റെ അർത്ഥം കര അടുത്തെങ്ങുമില്ലെന്നാ. പൈലിച്ചേട്ടൻ പൂരിപ്പിച്ചു. കപ്പലിൻ്റെ രൂപം കാണെ വലുതായിക്കൊണ്ടിരുന്നു. ചരക്ക് കപ്പല, ശൗര്യക്കുട്ടി പറഞ്ഞു. കപ്പലിൻ്റെ ഡെക്കിൽ ആളുകൾ നിൽക്കുന്നത് കഷ്ടിച്ച് കാണാമെന്നായപ്പോൾ ബോട്ടിലുള്ളവർ ബഹളം വയ്ക്കാനും കൂക്കി വിളിക്കാനും തുടങ്ങി. വെള്ളയും ചുവപ്പും ഡ്രസ്സുണ്ടായിരുന്നവർ അതഴിച്ച് വായുവിൽ വട്ടം ചുഴറ്റി കാണിച്ച് കപ്പലിലുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്ററോളം അപ്പുറത്തുകൂടിയാണ് കപ്പലിൻ്റെ സഞ്ചാരപാതയെന്ന് ശൗര്യക്കുട്ടിക്ക് മനസ്സിലായി. അവൻ സ്രാങ്കിൻ്റെ ക്യാബിന് മുകളിലോട്ട് കയറി നിന്ന് ഒരു തോർത്തും ചുവന്ന ഷർട്ടും വെള്ളമുണ്ടും കൂട്ടിപ്പിടിച്ച് വായുവിൽ വട്ടം ചുഴറ്റി കൂക്കി വിളിച്ചുകൊണ്ടിരുന്നു. കപ്പലിൻ്റെ ഡെക്കിലെ മനുഷ്യരൂപങ്ങൾ വ്യക്തമായി കാണാമെന്നായി. കണ്ടെയ്നറുകൾ അതിൽ അടുക്കിയിരിക്കുന്നത് കണ്ടിട്ട് ആയിരക്കണക്കിന് സോപ്പ് വെട്ടികൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെയാണ് ശൗര്യക്കുട്ടിക്ക് തോന്നിയത്. കപ്പലിൻ്റെ പിൻഭാഗത്തെ ഡെക്കിൽ നിന്ന് ഒരാൾ ദൂരദർശിനിയിലൂടെ നോക്കുന്നത് കാണാമായിരുന്നു. കപ്പലിലുള്ളവർ തങ്ങളെ കണ്ടു കഴിഞ്ഞുവെന്ന് ശൗര്യക്കുട്ടിക്ക് ഉറപ്പായി. ബോട്ടിൻ്റെ സ്ഥാനവും കപ്പൽ പോകുന്ന പാതയിൽ കപ്പലും ഏതാണ്ട് സമാന്തരമായി വന്നപ്പോൾ ശൗര്യക്കുട്ടി മുകളിൽ നിന്ന് ഉറക്കെ വിളിച്ചു കൂവി. താഴെ ഡെക്കിൽ നിന്ന് മറ്റുള്ളവരും തങ്ങളാലാവും വിധം ഒച്ചയെടുത്ത് അട്ടഹസിച്ചു. കപ്പൽ വേഗം കുറച്ചുവെന്നും അല്പം കൂടി അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണെന്നും ആദ്യം ശൗര്യക്കുട്ടിക്ക് തോന്നി. ശൗര്യക്കുട്ടിയെ, അവന്മാര് വിട്ടുപോകുക, താഴെ നിന്ന് പൈലിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞുവെങ്കിലും ശൗര്യക്ക് വിശ്വാസം വന്നില്ല. അവൻ സ്തബ്ധനായി കപ്പലിൻ്റെ നേർക്ക് തന്നെ നോക്കി നിന്നു. നായിൻ്റെ മക്കളെ, പൈലിച്ചേട്ടൻ ഭ്രാന്തെടുത്ത പോലെ തെറി വിളിച്ചലറുന്നത് കേൾക്കാം. നീയൊന്നും ഒരിടത്തും എത്താൻ പോണില്ലടാ. പോണ വഴി നിന്റെ കപ്പലും നിന്റെ കപ്പിത്താനും നീയും ഒക്കെ മുങ്ങിച്ചത്ത് തൊലഞ്ഞു പോകുമെടാ പട്ടികളെ. രോഷാധിക്യം കൊണ്ട് പൈലിച്ചേട്ടന് അക്ഷരം വിക്കി. ഒന്നും തിരിയാതെയായി. ഒടുവിൽ സങ്കടം വന്ന് അയാൾ ഡെക്കിലേക്കിരുന്ന് വാവിട്ട് കരഞ്ഞു. മൈക്കേൽ ബൈക്ക് ഓടിച്ച് മുറ്റത്തെത്തിയപ്പോഴേക്കും മേബിളും ഓടിയെത്തിക്കഴിഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടിയോ ചേട്ടായി? ഇല്ല, ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. കടലിൽ പോയ വള്ളങ്ങളും ബോട്ടുകളും ഒന്നും തിരിച്ചു വന്നിട്ടില്ല. മൈക്കേൽ ബൈക്കിലിരുന്ന് തന്നെ പറഞ്ഞു. അപ്പോഴേക്കും എമിലിയും എത്തി. കുഞ്ഞന്ന ഭിത്തിയിൽ പിടിച്ച് വേച്ച് വരുന്നുണ്ടായിരുന്നു. കുറേ പേര് മരിച്ചുവെന്ന് TV-യിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഇവിടത്തുകാരല്ലല്ലോ. അല്ല, തമിഴ്നാട്ടുകാരൊക്കെയാ. നമ്മുടെ ബോട്ട് എവിടെയെങ്കിലും കണ്ടതായിട്ട് ആരെങ്കിലും പറഞ്ഞോ? നമ്മുടെ ബോട്ടെന്ന് പറഞ്ഞാൽ മേബിളിന് ശൗര്യക്കുട്ടിയുടെ ബോട്ടാണ്. മറ്റ് ബോട്ടുകളെ പറ്റിയോ വള്ളങ്ങളെ പറ്റിയോ അവൾക്കറിയണ്ട. ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ആലപ്പുഴയിൽ നിന്ന് പോയ ചില വള്ളങ്ങളൊക്കെ വേറെ കരയ്ക്ക് ചെന്നെടുത്തിട്ടുണ്ട്. അവരും ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. മേബിളിൻ്റെ മുഖം വാടി. അവൾ എമിലിയെ നോക്കി. എമിലിയുടെ കണ്ണും ചിന്തയും ഇവിടെ എങ്ങുമല്ല. അവൾ കൺമുന്നിലെ ആളുകളെ കാണുന്നില്ല. കൺമുന്നിലെ വീടോ ഭിത്തിയോ മരങ്ങളോ ഭൂമിയോ കാണുന്നില്ല. എമിലിയുടെ കണ്ണിൽ ക്ഷോഭിച്ചലറുന്ന കടലും അതിനു മീതെ ആടിയുലയുന്ന ബോട്ടും അതിൻ്റെ മീതെ ശൗര്യക്കുട്ടിയും മാത്രമേ ഉള്ളൂ. ബോട്ട് മെയ് വഴക്കം തികഞ്ഞ അഭ്യാസിയെപ്പോലെ കടലിനോട് കുസ്തി പിടിക്കുന്നു. തിരകൾ അതിനെ മറിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഒഴിയുന്നു, വട്ടം തിരിയുന്നു, തെന്നിമാറുന്നു, ഉയർന്നു ചാടുന്നു. അങ്ങനെ കടലിനോട് പൊരുതി നിൽക്കുന്നു. ശൗര്യക്കുട്ടി കടലിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും ചെറുത്തുകൊണ്ട് ബോട്ടിനെ നയിക്കുന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ലെന്ന് എമിലി തൻ്റെ മനക്കണ്ണിൽ ഗണിച്ചു. പേടിക്കണ്ടെന്നേ എമിലിയെ മേബിൾ സ്വാന്തനിപ്പിച്ചു. ചേട്ടായിക്ക് അറിയാലോ, കടൽ എത്ര ഇളകി മറിഞ്ഞാലും ബോട്ട് എങ്ങനെ ഓടിക്കണമെന്ന്.
ഇന്നോ നാളെയോ ഇങ്ങോട്ട് തിരിച്ചു വരും. എമിലി അത് കേട്ടുവെന്ന് പോലും തോന്നിയില്ല. ചേട്ടായി ഒന്നുകൂടെ പോയി അന്വേഷിച്ചിട്ട് വാ, മേബിൾ മൈക്കേലിനോട് നിർദ്ദേശിച്ചു. എടി, വല്ലതും കഴിക്കണ്ടേ? രാവിലെ മുതൽ പച്ചവെള്ളം ഇറക്കിയിട്ടില്ല. അപ്പോഴാണ് മേബിളും അക്കാര്യം ഓർത്തത്. എന്നാൽ വാ, ചോറുണ്ടിട്ട് പോയിക്കോ. മൈക്കേൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി വീടിനുള്ളിലോട്ട് കയറിപ്പോയി. ലൈസാമ്മ ടി വിക്ക് മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞനെയും അക്കൂടെ ചെന്നിരുന്നു. വാർത്തയിലുടനീളം ഓഖിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. കൊല്ലത്ത് നിന്ന് കടലിൽ പോയ 6 ബോട്ടുകളിൽ ഒന്നുപോലും തിരിച്ചെത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് പോയ 62 വള്ളങ്ങൾ തിരിച്ചു വന്നില്ല. 270 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. കേരളത്തിൻ്റെ തെക്കൻ തീരത്തും തമിഴ്നാട്ടിലും നാശം വിതച്ച ഓഖി ചുഴലിക്കാറ്റ് ഇപ്പോൾ ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ ആഞ്ഞടിക്കുകയാണ്. മീൻപിടുത്ത വള്ളങ്ങളെയും ബോട്ടുകളെയും തിരഞ്ഞുപിടിക്കാൻ നാവികസേനയുടെ 4 കപ്പലുകളും 2 വിമാനങ്ങളും പുറപ്പെട്ടിട്ടുണ്ട്. തൃക്കുന്നപ്പുഴയിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമെല്ലാം കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇങ്ങനെയെല്ലാം ടി വിയിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരം എമിലി ചെല്ലിക്കടപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഷീബ വിലക്കിയെങ്കിലും എമിലി വഴങ്ങിയില്ല. ഒടുവിൽ മേബിൾ കൂടെ ചെല്ലാമെന്ന് നിർബന്ധിച്ചു. ചെല്ലിക്കടപ്പുറം വരെ 2-2.5 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. നടന്നാണ് പോയത്. എമിലി വീട് വിട്ടു പോന്ന അവസ്ഥയിൽ നിന്ന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ചെല്ലിക്കടപ്പുറം ഇല്ല, അതിപ്പോൾ തീരെ കടലാണ്. കടൽ ഇടിച്ചു വീഴ്ത്തിയ തങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറം വരെ ഇപ്പോഴും കടൽ കയ്യേറിയ നിലയിൽ തന്നെ. അലറുന്ന കടലിലേക്ക് നോക്കി എമിലി അവിടെ ദീർഘനേരം നിന്നു. എമിലിയുടെ കണ്ണുകൾ മകനെ തിരയുകയാണെന്ന് മേബിളിനറിയാം. എല്ലായ്പ്പോഴും എന്ന പോലെ അവൾ പറഞ്ഞു, ഇന്നോ നാളെയോ തിരിച്ചു വരുന്നേ, പേടിക്കണ്ട, ചേട്ടായി വരും. ഇരുട്ടുന്നതിനു മുമ്പ് 2 പേരും മടങ്ങി. രാത്രി വീട്ടിലെത്തിയ മൈക്കേലിൻ്റെ പക്കൽ ആശാവഹമായ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ആഞ്ചലോസ് സന്നദ്ധ സംഘത്തിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞു. കാണാതായ ബോട്ടുകളെയും വള്ളങ്ങളെയും തിരഞ്ഞുപോയ കപ്പലുകളും ബോട്ടുകളും മോശമായ കാലാവസ്ഥ കാരണം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയതായി രാത്രി വാർത്തയിലുണ്ടായിരുന്നു. ഒരു രാത്രി കൂടി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ മുതൽ നാവികസേനയും കടലിൽ തിരച്ചിൽ ആരംഭിച്ചു. ഷാർദുൽ, നിരീക്ഷക്, കാബ്ര, കൽപ്പേനി എന്നീ കപ്പലുകൾ തെക്ക് പടിഞ്ഞാറൻ കടലിലേക്ക് നീങ്ങി. അതുകൂടാതെ തീരദേശ സേനയുടെ 2 കപ്പലുകളും തിരച്ചിലിനിറങ്ങി. വായുസേനയുടെ 2 വിമാനങ്ങൾ, 2 ഹെലികോപ്റ്ററുകൾ, നേവിയുടെ 2 സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ, തീരസേനയുടെ ഡോണിയർ വിമാനങ്ങൾ എന്നിവയും തിരച്ചിലിൽ ഏർപ്പെട്ടു. മരിച്ചവരുടെ ജഡങ്ങൾ പലതും കരയ്ക്കടിയുന്നതായി വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു രാത്രി കൂടി കടന്നുപോയി. നേരം പുലർന്നപ്പോൾ പാതി മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന ശൗര്യക്കുട്ടിയുടെ കണ്ണിൽപ്പെട്ടത് കരയായിരുന്നു. കൂടെയുള്ളവരെല്ലാം തീർത്തും അവശരായി കഴിഞ്ഞിരുന്നു. ശൗര്യക്കുട്ടി തളർന്നിരിപ്പാണ്. മൈലുകൾക്കപ്പുറമാണ് കര. പക്ഷേ എഞ്ചിൻ പ്രവർത്തനരഹിതമായ ബോട്ട് എങ്ങനെ കരയ്ക്കടുപ്പിക്കുമെന്ന് അറിയില്ല. കാറ്റ് അതിശക്തമാണ്. ബോട്ട് ഒരു വശം അല്പം ചരിഞ്ഞ് കുട്ടിയുടെ കൈ വിട്ടുപോയ കളിവള്ളം പോലെയാണ് നീങ്ങുന്നത്. ചെന്നടിയുന്നത് പാറക്കൂട്ടങ്ങളിലാണെങ്കിൽ ബോട്ട് ഛിന്ന ഭിന്നമാകുമെന്നത് തീർച്ചയാണ്. കരയുടെ കാഴ്ച കുറേ കൂടി വ്യക്തമായി. കാറ്റത്ത് തെങ്ങുകൾ തലയറഞ്ഞാടുന്നു. ശൗര്യക്കുട്ടി അവശരായിരുന്ന കൂട്ടുകാർക്ക് കര കാട്ടിക്കൊടുത്തു. ലക്ഷദ്വീപാണെന്നാ തോന്നുന്നത്, പൈലിച്ചേട്ടൻ പറഞ്ഞു. നമ്മൾ അത്രയ്ക്ക് പടിഞ്ഞാറ് പോന്നു. എങ്ങനെ കരയ്ക്കെടുക്കാം എന്നായി ആലോചന. നീന്തി കയറാൻ പറ്റുമോ? ശൗര്യക്കുട്ടി ചോദിച്ചു. അതിനുള്ള കരുത്ത് ആരിലും അവശേഷിച്ചിട്ടില്ല. കരയുടെ നേർക്ക് തന്നെയാണ് കാറ്റിൻ്റെ ഗതി. മനുഷ്യരില്ലാത്ത സ്ഥലമാണെന്നാ തോന്നുന്നത്. ഒരൊറ്റ വീടോ കെട്ടിടമോ കാണാനില്ലല്ലോ. അവിടെ പൊന്തി നിൽക്കുന്ന പവിഴപ്പുറ്റുകൾ കാണാമായിരുന്നു. അതിലെങ്ങാനും ചെന്നിടിച്ച നമ്മൾ തീർന്നു, പൈലിച്ചേട്ടൻ ആശങ്കയോടെ പറഞ്ഞു. ചുഴലിക്കാറ്റ് കരയിൽ ആഞ്ഞു വീശുന്നുണ്ട്. കടലിലേക്ക് പിഴുത് വീണ് കിടക്കുന്ന തെങ്ങുകൾ. മാറിപ്പോ, ഇടത്തോട്ട് എൻ്റെ മാതാവി! പൈലിച്ചേട്ടൻ പവിഴപ്പുറ്റ് നോക്കി നിലവിളിച്ചു. അതിലിടിക്കാതെ കഷ്ടിച്ച് ബോട്ട് നീങ്ങിപ്പോയി. ഏതാണ്ട് 100 വാരയോളം ദൂരമേ ഉള്ളൂ കരയിലേക്ക്. ബോട്ട് ശക്തമായി ഒന്ന് കുലുങ്ങി. എഴുന്നേറ്റ് നിന്നവർ മറിഞ്ഞു വീണു. അടിയിടിച്ചു. പൈലിച്ചേട്ടൻ നിലവിളിച്ചു. ശൗര്യക്കുട്ടിയും നടക്കാൻ ശേഷിയുള്ള 2 പേരും കടലിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ബോട്ടിൻ്റെ അടിമരം പവിഴപ്പുറ്റിലോ അടിത്തട്ടിലോ ഇടിച്ചുറച്ചിരിക്കുകയാണ്.
ഇറങ്ങുന്നിടത്ത് ചെളിയുണ്ടോ എന്നറിയാൻ ശൗര്യക്കുട്ടി അരയ്ക്ക് ചുറ്റും കയർ കെട്ടി ഒരറ്റം ബോട്ടിൽ നിൽക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയ ശേഷം ശൗര്യക്കുട്ടി 50 അടിയോളം ദൂരം തിരകൾക്കൊപ്പം നീന്തി. നിലത്ത് കാലുറപ്പിക്കാമെന്ന് തോന്നിയപ്പോൾ നില നിന്നു നോക്കി. നെഞ്ചൊപ്പം കടൽ, അടിയിൽ ചെളിയില്ല. ശൗര്യക്കുട്ടി അരയിൽ നിന്ന് കയർ അഴിച്ചു വിട്ടുകൊടുത്തു. അതിനുശേഷം അല്പദൂരം കൂടി നീന്തി പിന്നെ കരയിലേക്ക് നടന്നു കയറി. മണ്ണും ചതുപ്പും കുറ്റിച്ചെടികളും കൂടിക്കലർന്നൊരു തുരുത്തായിരുന്നു അത്. തുരുത്തിൽ അവിടെ തെങ്ങുകൾ കാണപ്പെട്ടു. അവയ്ക്ക് ശരിയായ രൂപമോ ചെറിയോ ഉണ്ടായിരുന്നില്ല. വികലാംഗരായ തെങ്ങുകൾ എന്നാണ് ശൗര്യക്കുട്ടിക്ക് തോന്നിയത്. നിരന്തരവും ശക്തവുമായ കാറ്റേറ്റ് അവ തലങ്ങും വിലങ്ങും ചാഞ്ഞും ചെരിഞ്ഞും വളഞ്ഞു നിന്നു. 2 or 3 തെങ്ങുകൾ കടപ്പുറത്തേക്ക് പിഴുതു വീണ് കിടപ്പുണ്ടായിരുന്നു. കരയിലെത്തിയതും ശൗര്യക്കുട്ടി അവിടെ മലർന്നു കിടന്നു. ജീവനോടെ ഏതെങ്കിലും കര പറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷ 5% പോലും ഇല്ലായിരുന്നു. തൻ്റെ ബോട്ടിലുള്ളവർ ഓരോരുത്തരായി കയറിൻ്റെ സഹായത്തോടെ കരയിലേക്ക് വരുന്നത് കാണാം. ഡെന്നിച്ചനും ജോജിയും കരയ്ക്കെത്തി. സേവിച്ചനും ഔസേപ്പച്ചനും നീന്തുന്നത് കാണാം. മറ്റ് 2 പേർ കൂടി വെള്ളത്തിലിറങ്ങി. 3 പേർ അവശരായി ബോട്ടിൽ കിടപ്പുണ്ട്. അവർക്ക് വെള്ളത്തിലിറങ്ങാനുള്ള ശേഷിയില്ല. ഇവിടെ മനുഷ്യന്മാരുടെ താമസം ഒന്നുമില്ലല്ലോ. അംബ്രോസ് 4 പാടും നോക്കി കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലാതിരിക്കണതാ നല്ലത്, ഡെന്നിച്ചൻ പറഞ്ഞു. ഉള്ളവര് മനുഷ്യരെ കൊന്നു തിന്നുന്നവരാണെങ്കിലോ? അങ്ങനത്തെ മനുഷ്യരൊന്നും ഇപ്പോഴില്ലടാ, പൈലിച്ചേട്ടൻ പറഞ്ഞു. കാലാപാനി എന്നുള്ള സിനിമയിൽ കണ്ട ഓർമ്മ വെച്ച് പറഞ്ഞതാ. ജീവൻ വീണ്ടു കിട്ടിയ ആശ്വാസത്തിൽ ഡെന്നിച്ചൻ ചിരിച്ചു. ഈ തെങ്ങും പൊരയിടവുമൊക്കെ ആരുടേതാണ്? അംബ്രോസ് എളിക്ക് കൈകുത്തി നിന്ന് ആരോടൊന്നില്ലാതെ ചോദിച്ചു. സേവിച്ച, ആ വീണ് കിടക്കുന്ന തെങ്ങിൻ്റെ തേങ്ങയൊക്കെ അടത്തിക്കൊണ്ടുവാ, തല്ലി പൊട്ടിച്ച് തിന്നാം. ഇവിടെ വേറെ തിന്നാനൊന്നും കിട്ടത്തില്ല, ശൗര്യക്കുട്ടി പറഞ്ഞു. ഔസേപ്പച്ചനും സേവിച്ചനും തെങ്ങുകൾ വീണ് കിടക്കുന്നിടത്തേക്ക് നീങ്ങി. ഡെന്നിച്ചനും ആ കൂടെ പോയി. ബോട്ടിൽ കിടക്കുന്നവരെ എങ്ങനെ കരക്കെത്തിക്കുമെന്ന് ജോജിയും ശൗര്യയും കൂടി ആലോചിച്ചു. തീരെ നീന്താൻ വയ്യാത്തവരെ കരക്കെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ ആരും ആരോഗ്യവാന്മാരല്ല. 3 ദിവസം നീണ്ടുനിന്ന നരകയാതനയും ഭീതിയും വിശപ്പും ദാഹവും എല്ലാം കൂടി അവരെയെല്ലാം തീർത്തും ദുർബലരാക്കിയിരുന്നു. ആദ്യം ആഹാരത്തിനും കുടിവെള്ളത്തിനും മാർഗം കണ്ടെത്തുക. കടലിലേക്ക് പിഴുതു വീണ തെങ്ങുകളിലെ തേങ്ങ മിക്കവാറും കടലെടുത്ത് പോയിരുന്നു. ഏതാനും കരിക്കുകൾ കിട്ടി. ഡെന്നിച്ചൻ കടൽ തീരം വഴി കുറേ ദൂരം നടന്ന് കരയ്ക്കടിഞ്ഞ് കിടന്ന ഉണക്ക തേങ്ങകൾ പെറുക്കിക്കൊണ്ടുവന്നു. ശൗര്യക്കുട്ടി 3 കരിക്കുമായി ബോട്ടിലേക്ക് നീന്തിപ്പോയി. ബോട്ടിൽ നിന്ന് കെട്ടി തൂക്കിയിട്ടിരുന്ന കയറിൽ പിടിച്ചു തൂങ്ങി ഉള്ളിൽ കയറിപ്പറ്റി. പൈലിച്ചേട്ടൻ കിടുകിടുന്നനെ വിറച്ചുകൊണ്ടാണ് കിടക്കുന്നത്. കഴിഞ്ഞ രാത്രി പൈലിച്ചേട്ടന് പനിയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കടുത്തിരിക്കുന്നു. ശൗര്യക്കുട്ടി മീൻ സൂക്ഷിക്കുന്ന സ്റ്റോറിലേക്ക് ഇറങ്ങി. അവിടെ ഐസ് കട്ട പിടിച്ചാൽ തല്ലിപ്പൊട്ടിച്ച് നിരത്താൻ കത്തിയും കമ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി അതെടുത്ത് കരിക്ക് പൊതിച്ച് തുരന്ന് അവശരായി കിടന്ന 3 പേർക്കും കരിക്കും വെള്ളം കുടിക്കാൻ കൊടുത്തു. വല്ല രക്ഷയുമുണ്ടോ ശൗര്യക്കുട്ടി? പൈലിച്ചേട്ടൻ പനിച്ച് വിറയ്ക്കുന്നതിനിടയിൽ ചോദിച്ചു. അത് മനുഷ്യരെ താമസിക്കുന്ന കരയല്ല, വെറും തുരുത്താണ്. കുറച്ച് തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. വിശക്കുമ്പോൾ തേങ്ങ പൊട്ടിച്ച് തിന്നാൻ. വേറെ വഴിയൊന്നുമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മളെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തണം, ശൗര്യക്കുട്ടി പറഞ്ഞു. ബോട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അതിനി ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ വേറെ ബോട്ട് കൊണ്ടുവന്ന് കെട്ടി വലിച്ചുകൊണ്ട് പോകണം. എഞ്ചിൻ റൂമിൽ വെള്ളം കയറുന്നുണ്ട് കേട്ടാ, ലോനപ്പം പറഞ്ഞു. അടിയിടിച്ചപ്പോൾ എവിടെയോ വിള്ളൽ വീണിട്ടുണ്ട്. ആ, വെള്ളം കയറിക്കോട്ട്. ഇനി അത് മുങ്ങാനൊന്നും പോണില്ലല്ലോ. അടിയിടിച്ച് നിൽക്കുവല്ലേ, ശൗര്യക്കുട്ടി പറഞ്ഞു. എന്നാലും നങ്കൂരം ഉറപ്പിച്ചേക്കണം. ഇനിയും കാറ്റും കോളും വന്നാൽ കടലെടുത്ത് പോകാണ്ടിരിക്കട്ടെ, ലോനപ്പം പറഞ്ഞു. ശൗര്യക്കുട്ടി ബോട്ടിൽ നിന്നുകൊണ്ട് കരയിലേക്ക് നോക്കി. കരയാണോ കടലാണോ കൂടുതൽ സുരക്ഷിതം എന്നളക്കുന്ന തരത്തിലുള്ള നോട്ടം. ഞങ്ങളെ കരക്കെടുക്കണ്ട ശൗര്യക്കുട്ടിയെ, പൈലിച്ചേട്ടൻ പറഞ്ഞു. ഇവിടെ കിടന്നോളാം. ബോട്ട് മുങ്ങിപ്പോകുമെന്ന് പേടിക്കണ്ടല്ലോ. ബോട്ട് വശത്തേക്ക് ചെരിഞ്ഞ് മറിയുമോ എന്നായിരുന്നു ശൗര്യക്കുട്ടിയുടെ പേടി. ബോട്ടിലുള്ളവർക്ക് കരിക്ക് പൊളിച്ചു കൊടുത്ത ശേഷം അവൻ വെള്ളത്തിലിറങ്ങി ബോട്ടിന് ചുറ്റും നീന്തി. പിൻഭാഗത്ത് മുങ്ങാങ്കുഴിയിട്ട് നോക്കി. പവിഴപ്പുറ്റിലല്ല, അടിത്തട്ടിലാണ് ബോട്ടിൻ്റെ അടിഭാഗം ഇടിച്ചു നിൽക്കുന്നത്. ഉയർന്നു വന്നിട്ട് അവൻ കുറേ കൂടി പിൻഭാഗത്തേക്ക് നീന്തി.
അവിടെ കടലിന് നിറമാറ്റം കണ്ടു. ഇളം പച്ച നിറം മാറി ഇളം നീലയാകുന്നു. അതിനപ്പുറം കടും നീല. 100-200 മീറ്റർ അപ്പുറത്ത് പെട്ടെന്ന് കടലാഴം വർദ്ധിച്ചതായി അവൻ ഊഹിച്ചു. ഒരു കുന്നിൻ്റെ ഉച്ചിയാകാം ഈ തുരുത്ത്. ഇതിൻ്റെ വശങ്ങൾ ആഴമേറിയ ഗർത്തങ്ങളാകാം. ശൗര്യക്കുട്ടി തിരിച്ച് കരയിലേക്ക് നീന്തിക്കയറി. ഒരു കണക്കിൽ ബോട്ടാണ് സുരക്ഷിതം. ഈ തുരുത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാൻ വയ്യ. ശൗര്യക്കുട്ടി കരയ്ക്കിറങ്ങിയവരോട് പറഞ്ഞു. രാത്രിയാകുമ്പോൾ ബോട്ടിൽ പോയി കിടക്കാം. പകല് നമുക്കൊരു തെരച്ചിൽ നടത്തണ്ടേ? ജോജി ചോദിച്ചു. കാട്ടുജാതിക്കാർ വല്ലവരും ഉണ്ടോയെന്ന് നോക്കാം. ഡെനിച്ചൻ അതിനോട് അനുകൂലിച്ചു. കരിക്ക് കുടിച്ചും തേങ്ങ തിന്നും വിശപ്പിനും തളർച്ചയ്ക്കും ഒരാശ്വാസമായതോടെ അവർ തെരച്ചിലിനിറങ്ങി. ചെറിയ തുരുത്തൊന്നുമല്ല കേട്ടോ. ജോജി വള്ളിപ്പടർപ്പ് മൂടിയ ചെറിയ കുന്ന് ചൂണ്ടിക്കാട്ടി. ഇതൊരു ഐലൻഡാണ്. ഉള്ളിലേക്ക് കടന്നു കയറുക ദുഷ്കരമായിരുന്നു. വള്ളിപ്പടർപ്പുകൾക്കിടയിൽ മുള്ളുകളും ധാരാളം ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ട് പോണോ? ഇഴജീവികൾ കാണും. തേളും പഴുതാരയും പാമ്പും ഒക്കെ ഉണ്ടാവും. ഇവിടെ വച്ച് എന്തേലും പറ്റിയാൽ തീർന്ന്. ഒരാശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹെലികോപ്റ്റർ തന്നെ വേണ്ടി വരും. ശൗര്യക്കുട്ടി പറഞ്ഞു. വല്ലതും തിന്നണ്ടേ ശൗര്യക്കുട്ടിയെ? ഒരു വീടോ കുടിയോ എന്തെങ്കിലും ഉള്ളിലോട്ട് കയറിയാൽ കാണാണ്ടിരിക്കുമോ? കാട്ടുജാതിയോ നാട്ടുജാതിയോ എന്നതായാലും മതി. അവർ തിന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കും തിന്നാവല്ലോ. അവർ നമ്മളെ തിന്നാതിരുന്നാൽ മതി, ഔസേപ്പച്ചൻ പറഞ്ഞു. കുടിവെള്ളം കിട്ടിയാലും മതിയായിരുന്നു. ജോജിക്ക് 2 കരിക്ക് കുടിച്ചിട്ടും ദാഹം അടങ്ങിയില്ല. ഇനിയുള്ള കരിക്കുകൾ തെങ്ങിൻ്റെ മുകളിലാണ്. തെങ്ങിൽ കയറി അടത്തേണ്ടി വരും. അതിനുള്ള കരുത്ത് കൈകാലുകൾക്കില്ല. കുറ്റിച്ചെടികൾ വകഞ്ഞു മാറ്റി അവർ കുറേ ഉള്ളിലേക്ക് പോയി. ജോജിക്കും ഔസേപ്പച്ചനും കുന്നിൻ മുകളിലോട്ട് കയറണമെന്നുണ്ടായിരുന്നു. ദ്വീപിൻ്റെ ചുറ്റുപാടുകൾ കാണാൻ അതാണ് സൗകര്യം. എന്നാൽ ശൗര്യക്കുട്ടി അവരെ പിന്തിരിപ്പിച്ചു. എവിടെ കയറി നിന്ന് നോക്കിയാലും ഈ കാണുന്ന പോലെയൊക്കെയേ ഉള്ളൂ. തെങ്ങുണ്ടല്ലോ, അതുപോലെ പപ്പായയോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും. ഡെന്നിച്ചൻ സംശയം പ്രകടിപ്പിച്ചു. തെങ്ങുണ്ടായതുകൊണ്ട് ആരും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതല്ല. കടലിൽ കൂടി ഒഴുകി വന്ന തേങ്ങ കരയ്ക്കടിഞ്ഞ് പൊട്ടിമുളച്ചതാണ്. പപ്പായയും പൈനാപ്പിളും അങ്ങനെ എവിടെ നിന്ന് വരാൻ? ശൗര്യക്കുട്ടി ചോദിച്ചു. വെള്ളം തേടി അവിടെ ചുറ്റി നടന്നെങ്കിലും ചില ചതുപ്പുകൾ കണ്ടതല്ലാതെ ശുദ്ധജലത്തിൻ്റെ ഉറവയോ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമോ എങ്ങും കണ്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. കടപ്പുറത്തോടെ ഒന്ന് വലം വെച്ച് വരാം, ഔസേപ്പച്ചൻ പറഞ്ഞു. ശൗര്യക്കുട്ടിക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ചെറിയ തുരുത്തൊന്നുമല്ല വലം വെച്ച് വരാൻ. ഒരു 10 കിലോമീറ്റർ ചുറ്റളവെങ്കിലും ദ്വീപിനുണ്ടാകുമെന്ന് അവൻ അനുമാനിച്ചു. കടൽക്കരയിലൂടെ കുറേ ദൂരം പോയി. അതും ദുർഘടമായിരുന്നു. മരങ്ങൾ ചാഞ്ഞും കടപുഴകിയും പലയിടത്തും അടഞ്ഞു കിടന്നു. കുറേ ദൂരം ചെന്നപ്പോൾ പാറക്കെട്ടുകളും പൗഴപ്പുറ്റുകളും കണ്ടു തുടങ്ങി. അന്വേഷണം അവസാനിപ്പിച്ച് അവർ ബോട്ട് കിടന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോന്നു. തേങ്ങാ ശേഖരണമായിരുന്നു ഭക്ഷണത്തിനുള്ള ഒരേയൊരു മാർഗം. നമ്മളിവിടെ കിടന്ന് സിദ്ധി കൂടുവോ ശൗര്യക്കുട്ടിയെ? സേവിച്ചൻ ചോദിച്ചു. ഇതിപ്പം വേറെ കരയൊന്നും കാണാനില്ലല്ലോ. നമ്മളായിട്ട് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട, നടക്കത്തില്ല, ശൗര്യക്കുട്ടി പറഞ്ഞു. ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തണം. അതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഒരൊറ്റ മൊബൈലിന് പോലും ചാർജില്ല. ചാർജ് ഉണ്ടാക്കാമെന്ന് വെച്ചാലും റേഞ്ചുമില്ല. ജോജിക്ക് തൻ്റെ ഫോൺ വലിച്ച് കടലിലെറിയാനാണ് തോന്നിയത്. രാത്രി വരെ അവർ കരയിൽ കഴിച്ചുകൂട്ടി. പിന്നെ ബോട്ടിലോട്ട് മടങ്ങി. അപരിചിതമായ ദ്വീപിൽ രാത്രി കിടന്നുറങ്ങാൻ അവർക്ക് ഭയമുണ്ടായിരുന്നു. പൈലിച്ചായൻ്റെ പനി അതിൻ്റെ മൂർധന്യത്തിലാണ്. ഇപ്പോൾ സംസാരമില്ല. ഞരങ്ങലും മൂളലും മാത്രമേയുള്ളൂ. സ്റ്റൗവ്, പാത്രങ്ങൾ, കലങ്ങൾ എന്നിവയെല്ലാം കടൽക്ഷോഭത്തിൽപ്പെട്ട് നഷ്ടമായിരുന്നതിനാൽ അല്പം ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോലും നിവർത്തിയില്ല. രാത്രി അവർ ബോട്ടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം നേരം പുലർന്നപ്പോഴേക്കും കടൽക്ഷോഭം തീരെയും ശമിച്ചിരുന്നു. ആകാശം തെളിഞ്ഞു. കടലിലും കരയിലും വെയിൽ പരന്നു. മീൻ സൂക്ഷിച്ചിരുന്ന സ്റ്റോറുകളിൽ ഐസ് പെട്ടികൾ കുത്തിയിളക്കി തിരിഞ്ഞ് ജോജി കുറച്ച് ഒറ്റ തിരിഞ്ഞ അയല മീൻ പെറുക്കിയെടുത്തു. അതുമായി അവൻ കരയ്ക്ക് നീന്തിപ്പോയി. അവൻ്റെ കയ്യിൽ സിഗരറ്റ് ലൈറ്ററുണ്ട്. തുരുത്തിൽ നിന്ന് ഉണങ്ങിയ തെങ്ങിൻ മടലുകളും ചൂട്ടും കൊതുമ്പ്, കോഞ്ഞാട്ട, ഉണക്കത്തേങ്ങ എന്നിവയും കൂട്ടിയിട്ട് ജോജി തീയുണ്ടാക്കി. മീനുകൾ അതിനു മീതെ വെച്ച് ചുട്ടെടുത്തു. ഔസേപ്പച്ചൻ കുറച്ച് തേങ്ങയും തീയിൽ നിന്ന് ചുട്ടു. പച്ച തേങ്ങ തിന്ന് അയാൾക്ക് ചെടിച്ചിരുന്നു. പൈലിച്ചേട്ടൻ്റെ നില പിറ്റേന്ന് തീർത്തും വഷളായി. അടിയന്തരമായി വൈദ്യസഹായം ലഭിച്ചില്ലെങ്കിൽ ആൾ മരിച്ചു പോയേക്കും എന്ന നില വരെയെത്തി. വീണ്ടും എല്ലാവരും മരണഭയത്തിലായി.
എങ്ങനെ ജീവിതം തുടരുമെന്നതിലല്ല, ആരും തങ്ങളെ കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ തങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് ലോകം അറിയാതെ പോകുമല്ലോ എന്ന ഭയം അവരെ അലട്ടി. നമ്മുടെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. ശൗര്യക്കുട്ടി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കടലിൽ കാണാതെ പോയവരെ തിരഞ്ഞു പിടിക്കാൻ സർക്കാർ ബോട്ടും വിമാനവും ഒക്കെ അയക്കും. അവർ കുറേ തിരഞ്ഞിട്ട് തിരിച്ചു പോയി കാണും ശൗര്യക്കുട്ടി. അല്ലെങ്കിൽ ഇപ്പം കണ്ടുപിടിക്കേണ്ടതല്ലേ? ദിവസം എത്രയായി? നമ്മൾ മുങ്ങിച്ചത്തിട്ടുണ്ടെന്നായിരിക്കും അവരുടെ വിചാരം. ആ ചുഴലിക്കാറ്റിനും കടലിളക്കത്തിനും എത്ര പേര്, എത്ര വള്ളം മുങ്ങിപ്പോയി കാണും. ഡെന്നിച്ചനും പ്രതീക്ഷയേറ്റു. ഉച്ച തിരിഞ്ഞ നേരത്ത് ആകാശത്ത് ഒരു ഇരമ്പം കേട്ട് കടലിലുണ്ടായിരുന്നവർ പിടഞ്ഞെണീറ്റ് നോക്കി. തേങ്ങ പെറുക്കാൻ പോയിരുന്ന ജോജിയും സേവിച്ചനും പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആകാശത്തിൽ വജ്രതിളക്കം പോലെ ഒരു പൊട്ട് പ്രത്യക്ഷപ്പെട്ടു. അതൊരു വിമാനമാണല്ലോ, വീർപ്പടക്കിക്കൊണ്ട് ഔസേപ്പച്ചൻ പറഞ്ഞു. വിമാനത്തിൻ്റെ വലിപ്പം കൂടി വന്നു. അത് വളരെ ഉയരെ ദ്വീപിന് മുകളിലെത്തി. താഴെ നിന്നവർ മുകളിലേക്ക് കൈകൾ ഉയർത്തി ആർത്തട്ടഹസിച്ചു. ബോട്ടിൻ്റെ ഡെക്കിലുണ്ടായിരുന്നവരും എണീറ്റ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അവന്മാർ തെരഞ്ഞു വന്നതാണോ? ആണെങ്കിൽ താഴോട്ട് വരേണ്ടതല്ലേ? അത് വിമാനമാ, ഹെലികോപ്റ്ററല്ല. ദ്വീപിന് മുകളിൽ കൂടി വിമാനം തെക്ക് കിഴക്ക് ദിക്കിലോട്ട് പറന്നകന്നു. താഴെ നിന്നവർ കണ്ണിമയ്ക്കാതെ സ്തബ്ധരായി നോക്കി നിന്നു. തിളങ്ങുന്ന ഒരു പ്രാവ് അന്തരീക്ഷത്തിൽ ഇടയ്ക്കിടെ മിന്നുന്ന പോലെ തോന്നിച്ച് അത് അപ്രത്യക്ഷമായി. ചെല്ലിക്കടപ്പുറത്ത് എമിലി ക്ഷോഭിച്ച കടലിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. മേബിൾ അരികെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് വലിയ സങ്കടവും അതിനു മീതെ പ്രാർത്ഥനയുമുണ്ട്. ശൗര്യക്കുട്ടി എവിടെയോ ജീവനോടെ ഉണ്ടെന്നല്ലാതെ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവെന്ന് കരുതാൻ അവൾക്ക് പറ്റില്ല. കൊടുങ്കാറ്റും ക്ഷുഭിതമായ കടലും അവനെയും ഉപദ്രവിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവൻ അതിനെ ചെറുത്തു നിൽക്കുമെന്നാണ് മേബിളിൻ്റെ പ്രതീക്ഷ. എമിലിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നും. എമിലി നോക്കുന്നത് കരകാണാ കടലിനും അപ്പുറത്തേക്കാണെന്ന് തോന്നിപ്പോകും. മേബിളിന് കാണാൻ കഴിയാത്ത കാഴ്ചകൾ എമിലിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നും ശൗര്യക്കുട്ടിയുടെ ബോട്ട് തിരികെ വരുന്നത് എമിലി കണ്ടു കഴിഞ്ഞുവെന്ന് തന്നെ മേബിൾ വിചാരിക്കും. ഒരു തിര കയറി വന്നപ്പോൾ മേബിൾ അല്പം പിന്നോട്ട് മാറി. എമിലി അവിടെ തന്നെ നിന്നതേയുള്ളൂ. ഒരു തിര വന്ന് അവരുടെ കാൽമുട്ടുകളിൽ ഇടിച്ചു. മേബിളിൻ്റെ പാദങ്ങളും നനഞ്ഞു. കടലാക്രമണത്തിൽ തകരാത്ത വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നിലവിളി കേട്ടു. എമിലിയും മേബിളും തല തിരിച്ചു നോക്കി. മേബിളിൻ്റെ നെഞ്ചിലൂടെ ഇടിവാൾ പോലെ ഒരു നടുക്കം കടന്നുപോയി. ആരെങ്കിലും മരിച്ചെന്ന് വിവരം കിട്ടിയതാണോ? മറിയമ്മ തിടുക്കത്തിൽ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എമിലിയെ, നമ്മുടെ അന്നക്കുട്ടിയുടെ കരച്ചില. അവിടെ വിൻസെൻ്റ് പോയി. എമിലി അന്തം വിട്ടു നിന്നു. അടിമലത്തുറയിന്ന് പോയതാ, തിരുവനന്തപുരത്ത് വന്നടിഞ്ഞെന്ന്. എൻ്റെ കർത്താവേ, ഇനി ആരൊക്കെയാണോ? മറിയമ്മ അറിയാതെ വിലപിച്ചു പോയതാണെങ്കിലും അതിനറ്റത്തെ ഒരു സൂചിമുന എമിലിയുടെ ഹൃദയത്തിലും വന്നുകൊണ്ടു. ഇനി ആരൊക്കെയാണോ എന്ന ചോദ്യത്തിൽ തൻ്റെ 2 മക്കൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. വിൻസെൻറ്റിനെ അവൻ്റെ ജനനം മുതൽക്കേ എമിലിക്കറിയാം. ശൗര്യക്കുട്ടിയേക്കാൾ 4 വയസ്സ് മൂപ്പുണ്ടാകും. വിൻസെൻറ്റിന് അടിമലത്തുറയിലായിരുന്നു പണി. അവൻ്റെ കൂട്ടുകാരൻ വള്ളം വാങ്ങിയപ്പോൾ ആ വള്ളത്തിൽ പോയതാണ്. ഇപ്പോൾ മൃതദേഹം കരയ്ക്കടിഞ്ഞിരിക്കുന്നു. മറ്റ് ചില സ്ത്രീകളുടെ നിലവിളികളും കേട്ടു. വിൻസെൻറ്റിന് ഭാര്യയുണ്ട്. 2 മാസം മുൻപായിരുന്നു കല്യാണം. അന്നക്കുട്ടിയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് ആളുകൾ വന്നുകൂടുന്നത് കാണാമായിരുന്നു. എമിലി പോകണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നു. അന്നക്കുട്ടിയുടെ കരച്ചിൽ കാണാൻ വയ്യ. കണ്ടാൽ ഒരു പക്ഷേ അടുത്ത ഊഴം തൻ്റേതാണെന്ന് തോന്നിപ്പോകും. കടൽക്ഷോഭത്തിലും ചുഴലിക്കാറ്റിലും പെട്ടുപോയ പലരുടെയും ശവങ്ങൾ കരയ്ക്കടിഞ്ഞതായുള്ള വാർത്ത ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും TV-യിൽ വരുന്നുണ്ടായിരുന്നു. കാണാതായ 100 കണക്കിന് വള്ളങ്ങളും ബോട്ടുകളും ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. തിരുവനന്തപുരം പൂന്തുറ വിഴിഞ്ഞം ഭാഗത്ത് നിന്ന് കടലിൽ പോയ വള്ളങ്ങളും ബോട്ടുകളുമാണ് തിരിച്ചു വരാത്തവയിൽ അധികവും. ഓഖി ചുഴലിക്കാറ്റ് ഇപ്പോൾ ലക്ഷദ്വീപിലാണ് ആഞ്ഞടിക്കുന്നതെന്ന് രാവിലെ വാർത്തയുണ്ടായിരുന്നു. എമിലിയും മേബിളും തിരിച്ച് മൈക്കേലിൻ്റെ വീട്ടിലെത്തി. കുഞ്ഞന്ന ലൈസാമിയോടൊപ്പം TV-ക്ക് മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു. ഷീബയെ ആൻ്റപ്പനും ആങ്ങളമാരും വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവളെ ആശ്വസിപ്പിക്കാൻ ഇവിടെ മേബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൗര്യക്കുട്ടിയെയും ഡെന്നിച്ചനെയും ഓർത്തുള്ള ദുഃഖത്തിലാണ് എല്ലാവരും. കഴിഞ്ഞ 3 ദിവസവും കരഞ്ഞു പിഴിഞ്ഞാണ് ഷീബ കഴിഞ്ഞുകൂടിയത്. ഗർഭിണി കൂടി ആയതിനാൽ അവളെ തീർത്തും സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. 140 പേരെ ഇനിയും കിട്ടാനുണ്ട്.
കടലിൽ കൂടി ശവങ്ങൾ ഒഴുകി നടക്കണത്രേ. ലൈസാമ്മ മകളോടായി പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുവോ? മനുഷ്യരെ രക്ഷപ്പെട്ട കാര്യം ഒന്നും പറയാനില്ലേ? മേബിൾ നീരസപ്പെട്ടു. അതും ഉണ്ട്. കുറേ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ കടലിൻ്റെ മീതെ തെരഞ്ഞു നടക്കുന്നത് ടി വി കാണിച്ചു. ഇതിനിടയിൽ ടി വിയിലെ വാർത്താ ബുള്ളറ്റിൻകാരിയുടെ അറിയിപ്പ് വന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത: കേരളത്തിൽ നിന്ന് പോയ 10 ഫിഷിംഗ് ബോട്ടുകൾ കൊടുങ്കാറ്റിൽപ്പെട്ട് ലക്ഷദ്വീപിലെ കൽപ്പേനി ദ്വീപിൽ ചെന്നടിഞ്ഞതായി വിവരം ലഭിച്ചിരിക്കുന്നു. 120 മത്സ്യത്തൊഴിലാളികളെ വ്യോമസേനയും നാവികസേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ നിന്നുള്ള 66 ബോട്ടുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള 2 ബോട്ടുകളും മഹാരാഷ്ട്ര തീരത്തെ സിന്ധുദുർഗിൽ എത്തിച്ചേർന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ആകെ 952 മത്സ്യത്തൊഴിലാളികളാണ് രക്ഷപ്പെട്ടത്. ഇതിൽ 20ഓളം പേർ മലയാളികളാണെന്ന് അറിവായി. പൂവാറിൽ നിന്ന് 4 ബോട്ടുകളിലായി കടലിൽ പോയ 20 പേരിൽ 12 പേർ ഇനിയും തിരിച്ചെത്താനുണ്ട്. അടിമലത്തുറയിൽ നിന്ന് 8 വള്ളങ്ങൾ കടലിൽ പോയതിൽ പലതും കാണാതായി. 16 പേരെപ്പറ്റി വിവരമൊന്നുമില്ല. വിഴിഞ്ഞത്ത് നിന്ന് 20 ബോട്ടുകളിൽ പോയ 90ഓളം പേരിൽ 16 പേരെപ്പറ്റി വിവരമൊന്നുമില്ല. പൂന്തുറയിൽ നിന്ന് 30 വള്ളങ്ങളിൽ പോയ 130 പേരിൽ 37 പേരെ കാണാതായി. നമ്മുടെ ജാനറ്റിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ. കുഞ്ഞെന്നെ വിലപിച്ചു. അവർക്ക് അതറിഞ്ഞാൽ മതി. തങ്ങളുടെ ബോട്ടിനെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. നാവികസേനയുടെ 10 കപ്പലുകളും 4 ഹെലികോപ്റ്ററുകളും 3 വിമാനങ്ങളും കടലിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. കൂടാതെ തീരരക്ഷാസേനയുടെ ഒരു കപ്പലും 3 ഡോണിയർ വിമാനങ്ങളും 1 ഹെലികോപ്റ്ററും വായുസേനയുടെ വിമാനവും 2 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇതുവരെ തീരരക്ഷാസേന 72 പേരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. 14 പേർ മരണപ്പെട്ടു. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. വാർത്താ ബുള്ളറ്റിൻ തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്ത ഭാഗം നാളെ.